സോ ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ഡിസ്പ്ലേ സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ജനിച്ചിരിക്കുന്ന ഒരു ചെറിയ ചെറിയ ബയോമിലാണ്. നമുക്ക് അതാണ് ഷീപ്പ്. അതിനെപ്പറ്റി കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കുറേ പേരുടെ ചാനൽ കാണുന്ന ആരെങ്കിലും പുത്തനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരെ ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. സത്യം പറഞ്ഞ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ 1-2 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഉണ്ടാക്കിയതായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് എനിക്ക് വീഡിയോ ഇടാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. എന്നാ നടക്കില്ല ഇല്ലാത്തൊരു പേടി എന്നോടൊക്കെ സംസാരിക്കാനായിട്ട്. ഇപ്പോഴാ പേടിയൊക്കെ മാറി കിട്ടി. അതിൻ്റെ കാരണമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ തുടങ്ങിയത്. പണ്ടൊക്കെ ഞാനാണ് ഓരോരോ പൊട്ടത്തരങ്ങളുടെ ഷോർട്സ് ഒക്കെ ഇട്ടുകൊണ്ടിരുന്നത്. അത് കിട്ടെങ്കിൽ കുറേ വ്യൂസിൻ്റെയൊക്കെ കിട്ടുമല്ലോ. അതൊക്കെ എല്ലാം നമുക്ക് ആളുകൾ. ഇപ്പോഴാണ് നമുക്ക് ഒരു ധൈര്യമൊക്കെ നമ്മൾ തുടങ്ങി. എന്നെ കിട്ടിയത് അത്യാവശ്യം നല്ല സ്പോണായിരുന്നു. അതിനായിരുന്നു നന്നായി. സാധാരണ ഞാൻ മൈൻക്രാഫ്റ്റ് കളിക്കാൻ വേണ്ടി കുറേ വർഷങ്ങളോളമായി കേട്ടോ. സാധാരണ ഞാൻ എപ്പോൾ മൈൻക്രാഫ്റ്റ് കളിച്ചാലും എനിക്കൊരു പൊട്ട സീഡേ കിട്ടാറുള്ളൂ. ഞാൻ യൂട്യൂബിൽ നിന്ന് ഓരോ സീഡൊക്കെ എടുക്കാറുള്ളത്. പക്ഷെ ഇത് റാൻഡും എടുത്തിട്ട് നല്ലൊരു സീഡാണ് കിട്ടിയത്. നമുക്കിപ്പോൾ ആദ്യം മരം വെട്ടിയിട്ട് എന്നൊക്കെ ചെയ്യാം. ആദ്യം നമുക്ക് കുറച്ച് പ്ലാന്റ്സ് ഉണ്ടാക്കിയിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് ഈ കുറച്ച് ലാഗുണ്ട് ഗൈസ്. നമ്മുടെ ഫോണെന്നൊക്കെ പറഞ്ഞാൽ FPC ആണ്. FPC എന്നാന്നറിയാത്ത ആൾക്കാർ കുറേ പേര് കാണും. ആദ്യമേ അതിനായിട്ട് FPS എന്നാന്ന് ആദ്യം അറിയണം. FPS എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൈൻക്രാഫ്റ്റ് കളിക്കുമ്പം ഇതിപ്പോൾ മൈൻക്രാഫ്റ്റ് നല്ല സ്മൂത്തായിട്ട് ഓടുന്നില്ലേ. പക്ഷേ ഒരു FPS ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഫ്രെയിം പെർ സെക്കൻഡ് എന്നാണ്. ഓരോരോ ഫ്രെയിം ഓരോരോ സെക്കൻഡിൽ വരുന്നതിനാണ് ഈ FPS എന്ന് പറയുന്നത്. പക്ഷേ FPC എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, ഫ്രെയിം പെർ സെഞ്ചുറി. അതായത് ഓരോരോ സെഞ്ചുറിയിൽ ഓരോരോ ഫ്രെയിം വെച്ച് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. സാധാരണ നമ്മുടെ പോലത്തെ ഫോണൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്നാ ചെയ്യാനല്ലേ. എനിക്കൊരു കുഞ്ഞ് ജലദോഷമുണ്ട്. ചിലപ്പോൾ ഞാൻ ഒരു വൃത്തിയുടെ സൗണ്ടൊക്കെ വന്നിരിക്കും. ഞാൻ മൂക്കളിയിരുന്നതിൻ്റെ ഒക്കെ സഹിക്കണം. സത്യം പറഞ്ഞാൽ എനിക്ക് യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടണമെന്ന് യാതൊരു താല്പര്യമില്ലായിരുന്നു. അല്ലെങ്കിലും ഒന്നും കിട്ടാൻ പോകുന്നില്ല, അത് നടക്കാൻ പോകുന്നതായിരുന്നില്ല. എന്നാലും എനിക്ക് യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ലായിരുന്നു. എനിക്ക് മോട്ടിവേഷൻ ഇൻസ്പിറേഷൻ എല്ലാം കിട്ടി എൻ്റെ കസിൻ്റെ അടുത്ത് വന്നാൽ. എങ്ങനെയാണെന്ന് വെച്ചാൽ അവനാണ് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അവൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഡാനി ഗെയിമർ എന്നാണ്. ഡാനി ഗെയിമർ 67 അങ്ങനെ എങ്ങാണ്ട് അവൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അവൻ്റെ അത്യാവശ്യം നല്ല യൂട്യൂബ് ചാനലൊക്കെ തന്നെയാണ്. പറ്റുന്ന എല്ലാവരും അവൻ്റെ യൂട്യൂബ് ചാനൽ വേണ്ടി സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തെങ്കിൽ അത്ര നല്ലതായിരിക്കും. അവന് സന്തോഷം, എനിക്ക് സന്തോഷം. അവന് ഈ ഓരോരോ ഷോർട്സും അതും ഇതെല്ലാം ഇടുന്ന കണ്ടിട്ട് എനിക്കും അവൻ ഈ യൂട്യൂബ് ചാനലിൽ ഓരോരോ വീഡിയോയും ഷോർട്സും എല്ലാം ഇടുന്ന കണ്ടിട്ട് എനിക്കും ഒരു ഇൻസ്പിറേഷനൊക്കെ വന്നു. ആദ്യമേ ഞാനാണ് അവനെ കുറേ ആദ്യമൊക്കെ പറഞ്ഞു, അയാളാ എന്നെ ആയാലും നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. സത്യം തന്നെ എന്നായാലും ഞാൻ അവനെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞു. അന്നേരം അവൻ പറഞ്ഞു, ഇല്ല എങ്ങനെയായാലും എന്നെ കിട്ടിയില്ല, എന്നെ കളിച്ചാൽ പോരെന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു ഇൻസ്പിറേഷൻ കിട്ടി. അന്നേരം ഞാനും കളിക്കാൻ തുടങ്ങി. അതായിരുന്നു കഥ. പിന്നെ അത്യാവശ്യം നല്ല ഉയടോ കിടിലും. ഇവിടെ അത്യാവശ്യം വലിയ പ്ലെയിൻസ് ആണ് തോന്നുന്നത്. പ്ലെയിൻസ് അല്ല എന്നതായിരിക്കും. ഇവിടെ നിന്ന് തന്നെ ഇവിടെ നമുക്കൊരു കുട്ടി ടിൻ്റെ അടിക്കാം അല്ലേ. അത് ഇവിടെ തന്നെ മതി, പെർഫെക്റ്റ് സ്ഥലം. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ച് ഒരു പിക്കാക്സ് ആദ്യം ഉണ്ടാക്കാം. ഷിറ്റ്, കുറച്ചുകൂടി സ്റ്റിക്ക് വേണം ഗൈസ്. ഓക്കെ, ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മൈൻഡ് ചെയ്ത് ഒരു കുഞ്ഞൊരു ബേസ് ഉണ്ടാക്കാം. നമ്മുടെ OG ലെജൻഡറി ബേസ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ ബേസ് ഒക്കെ ഉണ്ടാക്കുന്ന നല്ല ഇഷ്ടമാണ്. ഇതുവരെ കുഴിക്കകത്ത് കൊത്തിയിട്ടിരിക്കുന്നത് സ്റ്റാർട്ടർ ബേസിൻ്റെ കാര്യമാട്ടോ ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഈ ബേസിന് എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ഗോളൊന്നുമില്ല ഈ ഒരു വേൾഡിൻ്റെ അകത്ത്. ഇതിൻ്റെ ഈ ഒരു വേൾഡിൻ്റെ അകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന ബിൽഡിംഗ് ബ്ലോക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഡീപ് സ്ലേറ്റ്, സ്റ്റോൺ ബ്രിക്സ്,
പിന്നെ ഗ്രാനൈറ്റ് ഡയറൈറ്റ് ഈ സാമാനം ഇത് പറഞ്ഞ് നാക്കെടുത്തില്ല. അതിന് മുന്നേ എന്നെ കണ്ണിക്കുന്നു. ഇതുപോലത്തെ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ ആയിരിക്കും ഞാൻ എപ്പോഴും ബിൽഡ് ചെയ്യാനായിട്ട് എടുക്കാൻ പോകുന്നു. എനിക്ക് ഈ 3 എണ്ണത്തിന് കോമ്പോ നല്ല ഇഷ്ടമാണ്. പിന്നെ ആൻഡസൈറ്റ് പറയാൻ മറന്നുപോയി. ആൻഡസൈറ്റും വളരെ നല്ലൊരു ബിൽഡിംഗ് ബ്ലോക്കാണ്. കുറേ നേരം മൈൻഡ് ചെയ്ത് തുടങ്ങിയിട്ട് ഗൈസ് ഞാൻ അന്നേരം ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ ഗൈസ് നമ്മളിപ്പോൾ ഒരു കുഴി വെട്ടിയിട്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കുറച്ച് പേര് ശ്രദ്ധിച്ച് കാണും, ഇവിടെ 2 ബ്ലോക്ക് മാത്രമേ ഞാൻ മൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എൻ്റെ വിക്കക്സ് ഓടിപ്പോയി. ഓരോരോ ഇതന്നെ എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായിപ്പോയോ? ഇതിനെ പറ്റി FPC അങ്ങനെയാണ്. നമുക്കിപ്പോൾ ഒരു വിക്കക്സ് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ മിച്ചമുള്ള ഈ 2 കൂടെ മൈൻഡ് ചെയ്ത് കഴിയുമ്പം അങ്ങനെ നമ്മൾ ഇത്ര ഒപ്പിച്ചിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഒരു സ്റ്റാർട്ടർ ബേസായി. ബേസ് പോലും അല്ല, എന്തായാലും അത്യാവശ്യം. ഇനി നമുക്ക് നമ്മുടെ സാധനങ്ങളെല്ലാം കൂടെ എടുത്ത് വീടിൻ്റെ അകത്തോട്ട് വെക്കാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ ഏതാ? എനിക്ക് ഏറ്റവും ഇഷ്ടം ബ്ലൂവാണ്. ബ്ലൂ സത്യം പറഞ്ഞാൽ അണ്ടർ റേറ്റഡും അല്ല ഓവർ റേറ്റഡും അല്ല, അതുപോലത്തെ ഒരു കളറാണ് ബ്ലൂ എന്ന് പറഞ്ഞാൽ. ഈ ലോകത്തുള്ള മിക്ക ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടം റെഡാണ്, പക്ഷെ എനിക്കിഷ്ടം ബ്ലൂവാണ്. എന്നാണെന്നറിയത്തില്ല. പിന്നെ ഞാൻ കുറേ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ കാണാറില്ല. നിങ്ങളാരുടെയിലൊക്കെ കാണാറുണ്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടം സുധിയുടെ തന്നെ. സുധി, സോളോ കോയിനർ അങ്ങനത്തെ ആൾക്കാരുടെയൊക്കെ. നിങ്ങളാരുടെയെങ്കിലും കാണാറൊക്കെ ആണെങ്കിൽ കമൻറ്റ് ചെയ്യണം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നമുക്ക് പെട്ടെന്ന് റിയാക്ഷൻ ഉണ്ടാക്കണം. കുറച്ചുകൂടെ മരം വെട്ടിയിട്ടു പെട്ടെന്ന് തന്നെ 3 ഷീപ്പിനെ കിട്ടിയിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഈ വീഡിയോ ഇട്ട് തുടങ്ങിയ ദിവസം തൊട്ടേ എനിക്ക് ഇത്ര ലക്കൊക്കെ കിട്ടാൻ തുടങ്ങി. ഇന്ന് സാധാരണ ഞാനാണ് ജനിക്കുമ്പോഴേ ചാകാറാണ് പതിവ്. നിങ്ങളുള്ളതുകൊണ്ട് മാത്രം എനിക്ക് ഇത്ര ലക്ക്. അയ്യോ, വെറുതെ എക്സ്ട്രാ പിക്കാക്സ് ഉണ്ടാക്കി പൊട്ടൻ. ഇതൊക്കെ മതിയായിരിക്കും തോന്നുന്നു. ഇനി നമുക്ക് മര്യാദയ്ക്കൊന്ന് കളിക്കാൻ തുടങ്ങാം. ഇനി നിങ്ങൾക്ക് ഡെയിലി വീഡിയോ ആണ് ഇഷ്ടം, അതോ ഒരു എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് വെച്ചാണോ, അതോ 10 മിനിറ്റ് വെച്ചാണോ നിങ്ങൾക്ക് വേണ്ടത്? എത്ര മിനിറ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഇന്ന് ഞാൻ കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ ഈ വീഡിയോ നിർത്തുക. എനിക്കിഷ്ടം ഒരു 10 മിനിറ്റ് വെച്ച് ഓരോ ഡെയിലി ഇടാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ നിങ്ങൾക്ക് ഏതാണെന്ന് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ ഇഷ്ടപ്രകാരം തന്നെ ഞാൻ ചെയ്തേക്കാം. ഇതെന്തോരം ഷീപ്പ് വരുന്നത്? സാധാരണ ഞാൻ എപ്പോൾ കളിച്ചാലും ഒറ്റ ഷീപ്പ് പോലും കാണാമല്ലോ. ഇവിടെ ഫുള്ള് ഷീപ്പ് കണ്ടല്ലേ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ സ്പ്ലിറ്റ് കൺട്രോൾ കളിക്കുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. ഞാൻ പ്രത്യേകിച്ച് ഈ ബെഡ് വേർഡ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ബെഡ് വേർഡ്സ് കളിക്കുമ്പോഴൊക്കെ എനിക്ക് സ്പ്ലിറ്റ് കൺട്രോൾ ഇടുന്ന ഇഷ്ടമല്ല. സ്പ്ലിറ്റ് കൺട്രോൾ ഓഫ് ആക്കുന്നത് എനിക്കിഷ്ടം. എന്നാൽ അങ്ങനെയാണ് PvP ഒക്കെ നല്ല എളുപ്പമായിരിക്കും. പിന്നെ എനിക്ക് കാര്യം പറയാനുണ്ട്, ഞാൻ വലിയ PvP ഗോഡാണ്. ഗോഡ് FPC ആണെങ്കിൽ മാത്രമേ ഞാൻ PvP ഗോഡ് അല്ലാത്തതായിട്ട്. ഇപ്പോഴും FPC എന്നാന്ന് മനസ്സിലാകാത്തവരുണ്ടായിരിക്കും. അതെനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് വലുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കഴിവൊന്നും ഇല്ലാത്ത പണ്ട് തൊട്ടേ അത്. ഇവിടെ ഒരിടത്തൊരു വില്ലേജ് പോലും കാണുന്നില്ലല്ലോ. ഇത് വില്ലേജിൽ നിന്ന് ഇപ്പം ഇറങ്ങി വെറുതെ പോയോ? മത്തങ്ങ കണ്ടതിൽ ആസ്പത്രിക്ക് പൊട്ടിച്ചെടുത്തേക്കാം. എങ്ങനെ അയൺ ക്ലോത്തിനെങ്ങാനും ഭാഗം ഉണ്ടാക്കേണ്ട എഴുതി വന്നാലും എൻ്റെ ബേസിന് ഫുൾ പ്രൊട്ടക്ഷൻ വേണ്ടതാണ്. ഇതൊന്നുമല്ല, ഇത് കൂടുതലും വേണ്ടതാണ്. പക്ഷെ ഞാനിപ്പം ഇത്രയൊക്കെ എടുക്കുന്നുള്ളൂ. കണ്ണി കണ്ടതെല്ലാം മൂട്ടിക്കൊണ്ട് പോവുക, അതാണ് നമ്മുടെ പണി. സാധാരണ ഞാൻ തുടക്കത്തിൽ നിന്ന് ഒരു വില്ലേജ് കണ്ടുപിടിക്കും, പക്ഷെ പൊട്ട വില്ലേജ് ആയിരിക്കും. അവിടെ ഓസിനെ ജീവിച്ചിട്ട് പോകും. അതാണ് ഞാൻ സാധാരണ എപ്പോഴും ചെയ്യാറുള്ളത്. പക്ഷെ ഇതാണ് ഭയങ്കര ലക്കുള്ള സീഡ്. ഞാൻ സാധാരണ എപ്പോഴും പോകാറുള്ളത് ബെർച്ച് ഫോറസ്റ്റിലോ അങ്ങനെ ഏതൊരു സ്ഥലത്തൊക്കെ. പിന്നെ എനിക്ക് സ്പ്രൂസ് ടൈഗയിൽ ആ ഒരു ബയോം എനിക്ക് അത്ര ഇഷ്ടമില്ല. പക്ഷെ എനിക്ക് ആ സ്പ്രൂസ് വുഡ് എനിക്ക് നല്ല ഇഷ്ടമാണ്. അതെന്നാ നടത്തില്ല, പ്രത്യേക ഒരു രസമാണ് കാണാൻ. വെല്ലുവിളി
അയ്യോ ഇത് അത്യാവശ്യം തിന്നാനൊന്നുമില്ല. ഉണ്ട്. മൈൻക്രാഫ്റ്റ് തിന്നുന്ന സൗണ്ട് കേൾക്കാൻ നല്ല സുഖം. ഇത്രയൊക്കെ മതി. ഓ കറക്റ്റ് തീർന്നു. ഇവിടെ ഞാനൊരു കോഴിയെ കണ്ടായിരുന്നല്ലോ. അമ്പട തക്കാളി. ഓ അതാണ് ഷീപ്പ് ഉണ്ട് അവിടെ. പിന്നെ ഇതൊരാടെ ഷീപ്പിന്റെ മേളയോ? ദേശം വലിയ ദേവാന്നാ തോന്നുന്നേ. ഇപ്പം ഞാനിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നില്ല. 10:44 ഇപ്പോൾ തന്നെ 10 മിനിറ്റായി നമ്മൾ കളിക്കാൻ തുടങ്ങിയിട്ട്. എന്താ പറയത്തില്ലല്ലേ. അപ്പോൾ എന്നായാലും ഇന്നത്തെ നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസ് ഇത്രേ ഉള്ളൂ. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കിനി അടുത്ത എപ്പിസോഡ് കാണാം. ടാറ്റാ ബൈ ബൈ.